വിശന്ന് തളർന്നിരുന്ന ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിലിരിക്കുന്ന കാരക്കയുടെ ഒരംശം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. മുത്തുനബിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. യാ റസൂലല്ലാഹ്, ഇത് ഉമൈറിന് വേണ്ട നബിയേ, ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കു നബിയേ. സ്വർഗത്തിൽ പോകുന്ന ഉമൈറിന് എന്തിനാ കാരക്ക? സ്വർഗത്തിൽ പോകുന്ന ഉമൈറിന് എന്തിനാ കാരക്ക? എനിക്കൊരൽപ്പം സമയം പോലെ, ഇത് കഴിക്കാറുള്ള സമയം പോലെ എനിക്കിവിടെ നിൽക്കാൻ മനസ്സില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് രണാകടത്തിലേക്ക് കടന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാടാ ചെറുപ്പക്കാരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാണ് പെങ്ങള്. അതുകൊണ്ട് നിങ്ങളുടെ ഈമാൻ പ്രകാശിപ്പിക്കണോ, നിങ്ങളുടെ മുഖത്ത് പ്രകാശം വേണോ? അതിനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, എന്റെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാഹ് എന്ന് നീ ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഈമാൻ ചൈതന്യമുള്ളതാക്കണമെങ്കിൽ, നമ്മുടെ ഈമാൻ പ്രകാശിക്കുന്ന ഈമാനാക്കണമെങ്കിൽ, മരിക്കുന്ന സമയത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, പ്രകാശിക്കുന്ന മുഖത്തോടെ നിനക്ക് മരിച്ചു കിടക്കണമെങ്കിൽ നീ അള്ളാഹുവിനോട് ദുആ ചെയ്. സ്വർഗം താ അല്ലാഹ് എന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നല്ല മരണം താ അല്ലാഹ് എന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ചോദിക്കുന്നതിന്റെ ഇടയിൽ നീ ഒരു ദുആ കൂടെ വർദ്ധിപ്പിക്കണം. അല്ലാഹുവേ, എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരു നല്ല ഈമാൻ പറ അല്ലാഹു. എല്ലാവരും നല്ലൊരു ആമീൻ പറഞ്ഞ് അല്ലാഹു നമ്മുടെ ഈമാനിൽ വർദ്ധനവ് നൽകുമാറാകട്ടെ. അല്ലാതെ പടച്ചവനെ എൻ്റെ ജോലിയിൽ ബറക്കത്ത്, എൻ്റെ സമ്പത്തിൽ ബറക്കത്ത്, എൻ്റെ വീട്ടിൽ ബറക്കത്ത്, എൻ്റെ മക്കളിൽ ബറക്കത്ത്, എൻ്റെ ആരോഗ്യത്തിൽ ബറക്കത്ത്, എൻ്റെ ആയുസ്സിൽ ബറക്കത്ത്, എൻ്റെ ആരോഗ്യത്തിൽ ബറക്കത്ത്, ഇങ്ങനെ മാത്രം ദുആ ചെയ്താൽ പോരാ. ഇതൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ ചോദിക്കണം, അല്ലാഹുവേ എൻ്റെ ഈമാൻ കൂടെ നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. രണ്ട്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, ബോറടിച്ച നിർത്താറായ 11:26 കറക്റ്റ് 12 മണിക്ക് ഞാൻ ചവിട്ടും, പേടിക്കണ്ട. കറക്റ്റ് 12 മണിക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ ചവിട്ടിയേക്കും, നിങ്ങൾ പേടിക്കണ്ട. ബക്കറ്റ് എടുക്കാറായോ? അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. കാസർഗോഡ് മുബാറക്ക് പള്ളിയിലെ ഉസ്താദാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രഭാഷകനാണ്, അള്ളാഹു ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് സ്വലാത്ത് സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള, നമ്മുടെ ഈമാൻ പ്രകാശിപ്പിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? അസ്വാബിഖൂന ബിൽ ഖൈറാത്ത്. എന്റെ പ്രിയമുള്ളവരെ, ഒരു നല്ല കാര്യം പറയപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മുന്നിൽ ഒരു നല്ല കാര്യം പറയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്, മറ്റാരെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ അല്ലാഹുവേ അതാ എനിക്ക് ചെയ്യണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ഒന്നാമത് തന്നെ എനിക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ അത് ചെയ്യാൻ തയ്യാറാകുന്ന മനുഷ്യ, ഈമാൻ വർദ്ധിക്കും.
വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നിസ്കാരത്തിന്റെ കാര്യമാകട്ടെ, നോമ്പിന്റെ കാര്യമാകട്ടെ, സദഖയുടെ കാര്യമാകട്ടെ, ദിക്റുകളുടെ കാര്യമാകട്ടെ, ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ പടച്ചവനെ അത് ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമനാകാൻ മത്സരിക്കുന്ന മുസ്ലിമേ, അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ അബൂബക്കറിന്റെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചു, എന്നിട്ട് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെ ഈമാൻ എടുത്ത് മറ്റേ ത്രാസിൽ വെച്ചു. എങ്കിലാരാണ് ജയിക്കുന്നതെന്നറിയോ? എന്റെ അബൂബക്കർ ജയിക്കുമോ സഹാബ? ലോകത്തുള്ള സർവരുടെയും ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചാൽ എന്റെ അബൂബക്കറാണ് വിജയിക്കുന്നതെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞത് വെറുതെയല്ല. അങ്ങനെയായിരുന്നു അബൂബക്കർ തങ്ങളുടെ ജീവിതം. അങ്ങനെയാ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെടുത്തുകൊണ്ട് വാ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികൾ മുഴുവൻ തന്റെ വീടുകളിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് തന്റെ വീടിനകത്തവരുടെ കൊതാ സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവർ കൊണ്ടുവന്ന് സദഖ കൊടുക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചിന്തിച്ചു, ഏത് കാര്യത്തിനും അബൂബക്കറാണ് മുന്നിൽ, ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്, അബൂബക്കറാണ്. പഠിച്ചവരെ, ഒരിക്കലെങ്കിലും എനിക്കും വിജയിക്കണമേ തമ്പുരാന്, ഒരിക്കലെങ്കിലും എനിക്ക് അബൂബക്കറിന് മുന്ന് പരാജയപ്പെടുത്തണമേ തമ്പുരാന്. മഹാനായ ഉമർ തങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ്. അതുകൊണ്ട് ചെയ്തതെന്തെന്നറിയോ? തന്റെ സമ്പാദ്യത്തിന്റെ നേർപകുതി എടുക്കുകയാ. തന്റെ സമ്പാദ്യത്തിന്റെ നേർപകുതി എടുത്തു. മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. പ്രവാചകൻ ചോദിക്കുന്നു, ഉമറേ, എന്താണ് നിന്റെ വീട്ടിലുള്ളത്? യാ റസൂലല്ലാഹ്, എന്റെ സമ്പാദ്യത്തിന്റെ പകുതിയും ഇവിടെ കൊണ്ടുവന്ന് തന്നു നബിയേ. തന്റെ സമ്പാദ്യത്തിന്റെ പകുതിയും കൊണ്ടുവന്നു കൊടുത്തു. ഉമർ തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അബൂബക്കർ തങ്ങൾ വരുന്നതും കാത്ത് ഉമർ തങ്ങളെ കാത്തു നിൽക്കുകയാ. എല്ലാവരും വന്നു. അവസാനം വരുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്. അബൂബക്കറിന്റെ മറുപടി കേൾക്കാൻ തന്റെ കയ്യിലുള്ളത് കൊണ്ട് വന്ന മുത്തുനബിയുടെ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂബക്കറേ, ഇനി വീട്ടിലെന്ത് ബാക്കിയുണ്ട് അബൂബക്കറേ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവും അവന്റെ പ്രവാചകനും ഉണ്ട് നബിയേ. അല്ലാഹുവും അവന്റെ റസൂലുമല്ലാതെ ഇനി എന്റെ വീടിന്റെ അകത്തൊന്നുമില്ല. വീടിന്റെ അകത്തുള്ളത് മുഴുവനും ഞാൻ തന്ന നബിയേ. എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാ. ഒരു മനസ്സാടാ ചെറുപ്പക്കാരാ, അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, എന്റെ അബൂബക്കറിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോകുമെന്ന്. അതാ തോറ്റതാരാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ലൗകാന നബിയ്യുന ഉമർ ഇബ്നുൽ ഖത്താബ്, ലൗകാന ബഅദ നബിയ്യുന, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് മുത്തുനബി പോലും പറഞ്ഞ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോലും തോറ്റുപോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മത്സരിച്ചത് അതിനു വേണ്ടിയായിരുന്നടാ ചെറുപ്പക്കാരാ. അവര് മത്സരിച്ചത് അതിനു വേണ്ടിയായിരുന്നു, നല്ലത് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയുമല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നൊരു സ്വഹാബി ഇറങ്ങി ഓടുകയാണ്. എല്ലാ ദിവസവും പടച്ചവരെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ദിക്റുകളും ദുആകളും ചെയ്യാറില്ല. ഒരു സ്വഹാബി ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ എല്ലാ ദിവസവും പള്ളിയിൽ നിന്ന് അതാ ഒരു സ്വഹാബി ഇറങ്ങി പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ കാഴ്ച കുറേ ദിവസം കൊണ്ട് കാണുന്നുണ്ട്. അവസാനം ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂ ദുജാന, എന്തേ നീ പള്ളിക്കകത്ത് നിന്ന് വെപ്രാളത്തിൽ ഓടുന്നത്? നിനക്കൊന്നും അല്ലാഹുവോട് ചോദിക്കാറില്ലേ? നിനക്ക് ദുആ ചെയ്യാറില്ലേ? പറയാനൊന്നുമില്ലേ അബൂ ദുജാന? എന്തിനാണ് നീ വെപ്രാളത്തിൽ എന്നും ഇങ്ങനെ എഴുന്നേറ്റ് ഓടുന്നതെന്ന് ലോകത്തിന്റെ നേതാവ് ചോദിക്കുമ്പോ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു പാവപ്പെട്ടവനാണെന്നറിയുമല്ലോ നബിയേ, എന്റെ കുടുംബ പശ്ചാത്തലങ്ങൾ അറിയുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ്, നബിയെ, ഞാൻ ഓടുന്നത് എന്തിനെന്നറിയോ? എന്റെ അയൽവാസിയുടെ വീട്ടിൽ ഈന്തപ്പന മരമുണ്ട് നബിയേ, അതിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ. അല്ലാഹുവേ, അതിന് ഈത്തപ്പഴം പാകമായി നിൽക്കുകയാണ്. രാത്രി അതിലെ പഴങ്ങൾ എന്റെ വീടിന്റെ മുന്നിൽ വീഴാറുണ്ട്. അല്ലാഹുവേ, എന്റെ മക്കളെങ്ങാണം വെളിയിലിറങ്ങി വരുമ്പോ ഈന്തപ്പഴങ്ങൾ കണ്ടാൽ അവര് വിശപ്പ് കാരണം എടുത്ത് കഴിച്ചു പോകുമല്ലോ. യാ റസൂലല്ലാഹ്, എന്റെ മക്കൾ ഹറാമ് തിന്നുമല്ലോ, എന്റെ മക്കൾ ഹറാമ് തിന്നുമല്ലോ. ഹറാമ് തിന്നാ സർവ്വ അമലുകളും പൊടിഞ്ഞു പോകുമല്ലോ, അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് നബിയേ, സുബഹി നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് എന്റെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈത്തപ്പഴങ്ങളെല്ലാം പറക്കിയിട്ട് എന്റെ അയൽവാസിയുടെ വീടിന്റെ പറമ്പിലിടാൻ ഓടുന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഹാബ, ആരാണ് അയൽവാസിയാരാ? അബൂ ദുജാനയുടെ അയൽവാസിയാരാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തിരക്കുകയാണ്. മുത്തുനബി എവിടെന്ന് തിരക്കുകയാണ്. അവസാനം ആ മനുഷ്യനെ കൊണ്ടുവന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ വീടിന്റെ യഥാ അബൂ ദുജാനയുടെ വീടിന്റെ മുറ്റത്ത് വീടുന്ന രീതിയിൽ എന്റെ വീട്ടിലൊരു ഈന്തപ്പനം മരം നിൽക്കുന്നുണ്ടല്ലോ, ആ മരം എനിക്ക് നൽകിയാൽ സ്വർഗത്തിൽ 10 ഈത്തപ്പഴം ഞാൻ നിനക്ക് തരാ. സ്വർഗത്തിൽ 10 ഈത്തപ്പഴം മരം നിനക്ക് ഞാൻ തരാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. പക്ഷേ ആ മനുഷ്യനൊരു മുനാഫിക്കായിരുന്നു, അവനൊരു മുനാഫിക്കായിരുന്നു. അവൻ പറഞ്ഞു, നബിയേ, ഈന്തപ്പന മരം വിൽക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ, പക്ഷേ എനിക്ക് സ്വർഗത്തിലല്ല വേണ്ടത്, എനിക്ക് രൊക്കമായിട്ട് വേണം നബിയേ. എനിക്ക് 10 മരം ഇവിടെ തന്നാൽ, ഈ ദുനിയാവിൽ 10 മരം എനിക്ക് നൽകിയാൽ എന്റെ ഒരു മരം ഞാൻ തരാ നബിയേ. അല്ലാതെ സ്വർഗത്തിൽ എനിക്ക് 10 മരം കിട്ടിയിട്ട് കാര്യമില്ല. ആ മുനാഫിക്കായ മനുഷ്യൻ പറയുമ്പോ സഹാബികളുടെ ഇടയിൽ ഇരുന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് എവിടെയും ഒന്നാമനാട്. അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി അബൂബക്കർ. അബൂബക്കറിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത് വെറുതെയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ 10 മരം എനിക്ക് തരുവോ? യാ റസൂലല്ലാഹ്, ഈ മനുഷ്യന് കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ 10 മരം എനിക്ക് തരുവോ നബിയേ? ഇവന് വേണ്ട 10 മരം ഞാൻ കൊടുക്കാം നബിയേ, ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാം. ദുനിയാവിലെ 10 മരം ഞാൻ കൊടുക്കാം, എനിക്ക് സ്വർഗത്തിലെ 10 മരം തരുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ
മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു തന്റെ ഈന്തപ്പന തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞതെന്തെന്നറിയോ, എനിക്ക് സ്വർഗത്തിൽ 10 മരം തന്നവരാ, നിനക്ക് ഇതിനകത്ത് വേണ്ടതെടുത്തോ, ഇതിനകത്ത് ഏത് മരം വേണമെങ്കിലും നീ എടുത്തോ, എനിക്ക് സ്വർഗത്തിലെ 10 മരം മതി എന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ മത്സരവാടാ, എനിക്ക് വേണം, ഒന്നാമത് എനിക്ക് ചെയ്യണം, എന്റെ ഈമാൻ എനിക്ക് വർദ്ധിപ്പിക്കണം, എന്റെ ഈമാൻ എനിക്ക് പ്രകാശിപ്പിക്കണം. മത്സരമായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകരുടെ നല്ല കാര്യം പറഞ്ഞാൽ അത് ചെയ്യാ സ്വഹാബത്തിന് വല്ലാത്ത ഉത്സാഹമാ. അവരാരും അമ്പാനിമാരായിരുന്നില്ല, കോടിക്കണക്കിന് ആസിയുള്ളവരായിരുന്നില്ല, ഏക്കറകണക്കിന് ജാഗയുള്ളവരായിരുന്നില്ല, ലക്ഷങ്ങൾ ലോക്കറിൽ വെച്ചവരായിരുന്നില്ല. എനിക്കിടക്കാ സ്വന്തമായിട്ടൊരു വീടില്ലാത്തവർ, ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമില്ലാത്തവർ, തന്റെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്ത സഹാബത്ത് വെള്ളത്തിൽ പങ്കുകൊടുക്കാൻ തയ്യാറായപ്പോ എന്തിനാ ചെറുപ്പക്കാരോ അല്ലാഹുവേ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിട്ട് മരണത്തോട് വെച്ചുകൊണ്ട് കിടക്കുമ്പോ വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാ. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി സക്കറാത്തിന്റെ അവസ്ഥയിൽ രണാങ്കണത്തിൽ കിടന്ന് പിടയുമ്പോ പടച്ചവനെ ഒരു സ്വഹാബി വെള്ളവുമായി ഓടി വന്നു. മരിക്കാൻ കിടക്കുന്ന സ്വഹാബിയുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോ അടുത്ത് കിടന്നൊരു സ്വഹാബി ചോദിക്കുകയാ, എനിക്കിത്തിരി വെള്ളം തരുവോ, എനിക്കിത്തിരി വെള്ളം തരുവോ. ആ മരിക്കാൻ കിടക്കുന്ന സ്വഹാബി പറഞ്ഞതെന്തെന്നറിയോ, എന്നെക്കാളും ആവശ്യം ആ മനുഷ്യനാ, എന്നെക്കാളും ആവശ്യം ആ സഹാബിക്കാ, പെട്ടെന്ന് കൊണ്ടുകൊടുക്കൂ. സഹാബി വര്യന് വെള്ളവുമായിട്ട് കൂടുകയാണ്. രണ്ടാമത്തെ സഹാബി മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സഹാബി ആ സഹാബിയുടെ വായിലേക്ക് വലിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാ പോകുമ്പോ മൂന്നാമൻ കിടന്ന് വിളിക്കുകയാ. അതീരണാങ്കണത്തിലെ മൂന്നാമതൊരു സഹാബി വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണ്. പടച്ചവനെ ഈ സഹാബി പറഞ്ഞ് എന്നെക്കാളും ആവശ്യക്കാരനാ സഹാബിയാണ്. വെള്ളവുമായിട്ട് ഓടുമ്പോ അതാ മൂന്നാമത്തെ സഹാബിയുടെ ചാരത്ത് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് മരിച്ചുപോയി. വെള്ളവുമായിട്ട് ഒന്നാമന്റെ മുന്നിലോടി. അവിടെ ചെല്ലുമ്പോൾ ആ സ്വഹാബിയും മരിച്ചു. രണ്ടാമത്തെ സ്വഹാബിയുടെ അടുക്കൽ പോയി. രണ്ടാമത്തെ സ്വഹാബിയും മരിച്ചു. 3 പേരും മരിച്ചു കിടക്കുന്നു. തന്റെ കയ്യിൽ നിന്ന് വെള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാ. മോനെ, ഇതായിരുന്നടാ നിന്റെ മുൻകാമികളുടെ ചരിത്രം. ഇങ്ങനെയായിരുന്നു. അവർ പരസ്പരം മത്സരിച്ചവരാണ്. അതുകൊണ്ട് റബ്ബേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് 2 ഏക്കർ ബസ് വാങ്ങി. പടച്ചവനെ ഇനി വേണ്ടതെന്നറിയോ, അല്ലാഹുവേ ഉമ്മത്തിന് പ്രയോജനമുള്ള ഒരു സ്ഥാപനമാണ്. ഉമ്മത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അല്ലാഹുവേ ഒരു സ്ഥാപനം പണിയുന്നതിന് വേണ്ടിയാ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ. കൈകെട്ടിയിരിക്കല്ലേ ചെറുപ്പക്കാരാ, കൈകെട്ടിയിരിക്കല്ലേ വാപ്പാ. നല്ലത് ചെയ്യാൻ പറയുമ്പോ നിനക്ക് വല്ലാത്ത മടിയാ, പൈസ കൊടുക്കാൻ പറയുമ്പോ നിനക്ക് വല്ലാത്ത മടിയാ. ബക്കറ്റ് മുന്നിൽ വരുമ്പോ നിങ്ങളിൽ പലരും ഉറക്കം നടിക്കാറുണ്ട്, പലരും തലകുനിച്ചിരിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എന്തിനാ സദഖ കൊടുക്കാൻ പറഞ്ഞത്? അല്ലാഹുവിക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല. അല്ലാഹുവിന്റെ കയ്യിൽ നിന്നെക്കാളും പണമുണ്ട്. നിന്റെ 10 രൂപ കിട്ടിയിട്ട് അല്ലാഹുവിനൊന്നും നേടാറില്ല. നേട്ടം നിനക്കല്ലേ. അസ്സദഖത്തു റദ്ദുൽ ബലാ. വിപത്തുകൾ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് മുത്തുനബി പറഞ്ഞില്ലേ? മോനെ, വിപത്തുകൾ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമല്ലോ. ലക്ഷങ്ങൾ കൊടുത്താൽ മാറാത്ത രോഗം മാറ്റാൻ. അല്ലാഹുവേ, ക്യാൻസർ പനി പടരുന്നത് പോലെ പടരുന്ന കാലമാണല്ലോ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നാ നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ ജാഗയും നിന്റെ സ്വർണവും എല്ലാം വിറ്റ് ചികിത്സിച്ചാലും മാറുവോടാ ചെറുപ്പക്കാരാ. എന്തേ
ചിന്തിക്കാത്തത്? പഠിച്ചവരെ, ഇന്ന് ഞാൻ ഈ വാദിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്യാൻസർ വാർഡിൽ കിടക്കുന്ന 28 വയസ്സുള്ള ചെറുപ്പക്കാർ, അവന്റെ കുടുംബക്കാര് വല്ലാത്ത കരച്ചലാ. 28 വയസ്സേ പിള്ളടാ പുണ്യമോര്. ഭാര്യ പ്രസവിച്ചിട്ട് 74 ദിവസം. അല്ലാഹുവേ, 70 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ട ഭാര്യതാ പ്രസവിച്ചിട്ട് മോനെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ചിട്ട് റബ്ബേ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയുന്നില്ല. ഉടമ്പറപ്പുകൾ കരയുന്ന ഉസ്താദേ, സംസം വെള്ളം പോലും എന്റെ സഹോദരന്റെ വായിലൊഴിച്ചു കൊടുക്കുമ്പോ അവന് കുടിക്കാൻ കഴിയുന്നില്ല ഉസ്താദ്. ഡോക്ടർമാര് പറഞ്ഞത് അറിയിക്കേണ്ടവരെ അറിയിച്ചു കൊള്ളാരാ, അറിയിക്കേണ്ടവരെ അറിയിച്ചു കൊള്ളാരാ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്യാൻസറിന്റെ വാർഡിൽ കിടന്ന ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാ. പടച്ചവനെ, ഇന്ന് വായന ഇങ്ങോട്ട് കിടന്നു വരുമ്പോ പടച്ചവനെ തിരൂരെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു പെങ്ങള് വിളിച്ചു, ഉസ്താദേ എന്റെ ഉമ്മയുടെ വയറിലെ ക്യാൻസറാ, മലം വെളിയിൽ പോകുന്നില്ല ഉസ്താദേ. എന്റെ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് മലം വെളിയിലേക്ക് പോകുന്നില്ല. എന്റെ ഉമ്മയുടെ വയറങ്ങ് വീർക്കുകയാണ്. എന്റെ ഉമ്മ കിടന്ന് നിലവിളിക്കുകയാ, എന്റെ ഉമ്മ കിടന്ന് നിലവിളിക്കുകയാ. സഹിക്കുന്നില്ല ഉസ്താദേ, സഹിക്കുന്നില്ല ഉസ്താദേ. പടച്ചവനെ പൊന്നുമോന്, ഇതുപോലെയുള്ള രോഗങ്ങളെ തട്ടിമാറ്റാൻ ഏത് മരുന്നിനാ കഴിയുക? ഏത് ഡോക്ടറിനാടാ കഴിയുക? ഏത് പണത്തിനാടാ കഴിയുക? കരുണക്കടലായ അല്ലാഹ്, 28 വയസ്സുള്ള ചെറുപ്പക്കാർ 70 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ വാപ്പയാണ് റബ്ബേ. കരുണ കാണിക്കണേ അല്ലാഹ്, കരുണ കാണിക്കണേ അല്ലാഹ്. അവരുടെ രോഗത്തിന് ശിവ കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അത് തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും ചെറുപ്പക്കാരാ. ആ രോഗമെന്ന് മാറ്റിക്കളയാർ, ആ രോഗമെന്ന് മാറ്റാൻ കഴിയുന്ന മരുന്നാട് അസ്സദഖത്തുറത്തുൽ ബലാ. സദഖയ്ക്കത് മാറ്റിക്കഴിയുമെന്നാണ് എനിക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയ ഉസ്താദ് ഒരു കുടുംബത്തിലെ 3-4 പേര് ഒറ്റയടിക്ക് പോയ ചരിത്രം പറഞ്ഞല്ലോ. അല്ലാഹുവേ, എല്ലാവരും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിപത്തുകൾ എനിക്കോ നിങ്ങൾക്കോ താങ്ങാൻ കഴിയുന്നതാണോ? വന്നതിന് ശേഷം നിലവിളിച്ചിട്ട് കാര്യമില്ല, നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തട്ടിമാറ്റാനുള്ള ഏക വഴിയായി ബക്കറ്റ് നിന്റെ മുന്നിലേക്ക് വരുന്നത്. ഒരു മടിയും വേണ്ട, ഉറക്കം നടിക്കല്ല്, ഉള്ളതിൽ പങ്കുകൊടുക്കൂ. ഒന്ന് മത്സരിക്കാൻ കഴിയോ? ഒന്ന് മത്സരിക്കാൻ കഴിയോ? ഉസ്താദേ, ഏറ്റവും വലുത് ഞാനാണ് കൊടുക്കേണ്ടത്. എന്റെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ലത് ഞാൻ കൊടുക്കാം. പടച്ചവനെ, മനസ്സറിഞ്ഞുകൊണ്ട് കയ്യിൽ ഇരിക്കുന്നതിലൊരു പങ്ക് കൊടുക്കാൻ കഴിയോ? അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദഖ കൊടുക്കുന്നു, ഇവരെ നീ കൈവിടല്ലേ അല്ലാ, ഇവരെ നീ കൈവിടല്ലേ അല്ലാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന മരണവേദന സഹിക്കാൻ കഴിയാതെ അതാ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ സദഖ കൊടുത്തവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അത് പറയാനുള്ള ഓർമ്മ കൊടുക്കണേ അല്ലാഹ്. അത് പറയാ അവരുടെ നാവിന് ശക്തി കൊടുക്കണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊന്ന് മത്സരിച്ച് ഉസ്താദെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസ മുഴുവനും മരുന്ന് വാങ്ങാൻ വേണ്ടി അല്ല, നല്ലതിന് വേണ്ടി കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് പോക്കറ്റ് എടുക്കുക. സംഘാടകർ എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിടും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്.
اللهم صل على محمد يا ربي صل عليه وسلم കരുണക്കടലായ അല്ലാഹ് ദയാലുവായ പടച്ചവനെ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു കരുണക്കടലായ അല്ലാഹ് ഇവരെ നീ കൈവിടല്ലേ അല്ലാഹ് ഇവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഇവർക്ക് നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാഹ് പടച്ചവനെ ഇവരുടെ ദുനിയാവും ആഖിറവും നീ വെളിച്ചത്തിലാക്കണേ അല്ലാഹ് ഇവരുടെ ഈമാൻ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത, അത് ചെയ്യാനുള്ള ഒരു ഉത്സാഹം, എനിക്കാദ്യം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം അല്ലാഹുവേ ആർക്കുണ്ടോ അവന്റെ ഈമാൻ വർദ്ധിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം എല്ലാവരും പള്ളിയിൽ പോകുന്ന ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകുന്നവരുടെ പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായി ഖുർആൻ പറഞ്ഞത് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വിളിച്ചാൽ പെട്ടെന്ന് പോകണമെന്നല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ പോകുന്നവർക്കുള്ള പ്രതിഫലം, ആദ്യം പോകുന്നവനും ഒട്ടകത്തിന്റെ പ്രതിഫലം. ഉസ്താദ്, വെള്ളിയാഴ്ച ആദ്യം പോകുന്ന ആൾക്ക് ഒട്ടകത്തിന്റെ പ്രതിഫലം, രണ്ടാമത് പോകുന്നവർക്ക് ഇങ്ങനെ ഓരോ വിഭാഗമല്ലേ, അവസാനം പോകുന്ന ആൾക്ക് മുട്ടയുടെ പ്രതിഫലം അല്ലേ സാർ? വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ ആദ്യം പോകുന്ന ആൾക്ക് ഒട്ടകത്തിന് അർത്ഥ പ്രതിഫലം. അങ്ങനെ തുടങ്ങി 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 അവസാനം ജുമായ്ക്ക് പള്ളിയിൽ പോകുന്നവനും മുട്ടയുടെ കൂലി. നമുക്ക് മുട്ടയുടെ തോടിന്റെ കൂലി പോലും കിട്ടൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നാലോചിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം വെള്ളിയാഴ്ച പള്ളിയിൽ പോകും. ഈ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന നമുക്ക് പോത്തിനെ അർത്ഥ കൊടുത്ത പ്രതിഫലല്ല, അതിനൊന്നും പറയാൻ പാടില്ല, അതൊക്കെ വേറെ വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒട്ടകത്തിന് അർത്ഥ കൂലി പോയിട്ട് ഒരു മുട്ടത്തോടിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. വെള്ളിയാഴ്ച പള്ളി പോയി ജുമാ നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയും? ഇങ്ങോട്ട് നോക്ക്, പഠിച്ചു വെച്ചോ. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോയി ജുമാ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഈ വെള്ളിയാഴ്ച പോയിട്ട് വാങ്ങോ? ഇങ്ങോട്ട് നോക്ക് ചങ്ങായിമാരെ, ഈ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് ജുമയുടെ പരിപൂർണ പ്രതിഫലം വാങ്ങാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറയാം, പോയി വാങ്ങൂ. നീയത്തീന്നവരൊക്കെ കൈവക്കിക്ക്. ഈ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോയിട്ട് ഉസ്താദ് നിങ്ങൾ കൈവക്കട ചങ്ങാതി. കാരണം എന്താ? വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം നമുക്കറിയില്ല, എല്ലാ സിനിമാ സംവിധായകന്മാർക്കും അറിയാം. കാരണം എല്ലാ പുതിയ സിനിമകളും ഇറങ്ങുന്ന എന്നത്തെ ദിവസമാണ്. ഞങ്ങളുടെ നാട്ടിൽ വെള്ളിയാഴ്ച, ഇവിടെ എന്നാപ്പാ ബർക്കത്തായ ദിവസം. അതന്നെ വെള്ളിയാഴ്ച ദിവസം എല്ലാ പുതിയ സിനിമകളും ഇറങ്ങുന്നത് വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ നാട്ടിൽ. അതുകൊണ്ട് കാണാൻ ജുമായുടെ സമയത്ത് പടച്ചോനെ പാപ്പാടെ ഫ്ലെക്സിന്റെ മുകളിൽ കയറി നിൽക്കുക മക്കള്. വെള്ളിയാഴ്ച രാവിലെ വാപ്പ പള്ളിയിൽ പോകുമ്പോ, വാപ്പ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ പോകുമ്പോ മോനവട സിനിമാ ടിക്കറ്റിന്റെ മുന്നിൽ ഇതുപോലെ വലിയ ഫ്ലെക്സ് കെട്ടിയിട്ടുണ്ട് അവന്റെ വാപ്പാടെ. അതിന്റെ മുകളിൽ കയറി നിൽക്കുക, പൂടാൻ, പാലൊടിക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പാപ്പാടെ തലയിൽ ഒഴിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കിട്ടിയാനെ, ഇതിന്റെ മോളി വെച്ചിട്ട് എന്ത് കിട്ടാനാ? അപ്പൊ ഞാൻ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം അവർക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച പള്ളിയിൽ പോയി ജുമാ നിസ്കരിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം 20 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം? ഒന്ന് പറ, എത്ര കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം? 20 കൊല്ലം. പോയി വാങ്ങൂ. പറ ചങ്ങാതിമാരെ, പോയി വാങ്ങൂ. നിങ്ങൾക്ക് മടുത്താ? ഇല്ലല്ലോ, 12 മണി ആയില്ലല്ലോ. ചുമ്മാതല്ലപ്പാ. എന്നാ ടൈമെന്നറിയോ? 11:56 ആയപ്പോ തന്നെ 56 അതാണ് എല്ലാരും ഒരു സൈലന്റ് നിക്കണേ. എന്തേപ്പാ മടുത്താ? ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. എന്തായാലും കുറച്ചേരം ഇനിയിപ്പോ ഇനി അടുത്ത വയലുള്ളത് ഈ മാസം 19-ാം തീയതിയാണെന്ന് തോന്നുന്നു. എന്താ എന്റെ കയ്യിൽ നോട്ടീസ് കൊണ്ട് തന്നു, പക്ഷെ അത് മലയാളത്തിൽ അല്ലാത്തതുകൊണ്ട് സ്ഥലം അറിയില്ല. കൊക്കട. എന്തായാലും സ്ഥലം മനസ്സിലായല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ മാസം 19-ാം തീയതിയാണ് വയത്. എല്ലാവരും വരണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടെ പറയുന്ന വിഷയം എന്താണെന്നറിയോ? അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു സഹാബിയെ കണ്ടപ്പോ അനസ് റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ 10 വർഷം ജോലി ചെയ്ത ഒരു സഹാബി ഒരു താബിയായ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ പറഞ്ഞു, നിന്നെ എങ്ങാനും പ്രവാചകൻ കണ്ടിരുന്നെങ്കിൽ സ്നേഹിക്കുമായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു. താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ 10 കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ താങ്ങും തണലുമായി നിന്ന ഖാദിമായി നിന്ന അനസ് റളിയല്ലാഹു തആല അൻഹു പറയാ, നിങ്ങളെ എങ്ങാനും മുത്തുനബി കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. അങ്ങനെ പറയാനുള്ള കാരണം ആ സഹാബിക്ക് 6 നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗുണങ്ങൾ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ 6 നല്ല ഗുണം ഉണ്ടെങ്കിൽ നാളെ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുത്തുനബിയുടെ കൂട്ടുകാരനായി സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 18-ാം തീയതിയാന്ന് തോന്നുന്നു, 18-ഓ 19-ആം തീയതി ഇൻഷാ അല്ലാഹ് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പബ്ലിസിറ്റി ചെയ്തതല്ല, എല്ലാവരും അങ്ങോട്ട് വരാൻ എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങളൊക്കെ വന്നാലും ഞാൻ വഴുതു പറയും, ഇല്ലെങ്കിൽ ഞാൻ മൈക്ക് സെറ്റുകാരനെ വെച്ചിട്ടും വഴുതു പറയും. അതാണ് അള്ളാഹുവിന്റെ ഇൽമ. അങ്ങനെയാണല്ലോ, ഇൽമ പറഞ്ഞു കൊടുക്കുന്നതിൽ ആള് കൂടണമെന്നൊന്നുമില്ല. പഠിച്ച ഇൽമ പറഞ്ഞു കൊടുക്കുക, അതിൽ ഇഖ്ലാസ് ഉണ്ടായാൽ മാത്രം മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മനുഷ്യന്മാരെ അള്ളാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചങ്ങാതിയൊക്കെ മൈക്കിലൂടെ പറയുന്നത് കേൾക്കുമ്പോ നെഞ്ചു പൊട്ട, അഹങ്കാരം എങ്ങനെ വരാതെ. അതാണല്ലോ പറയുന്നത്. ഒരു മഹാന്റെ മുന്നിൽ ഇബ്ലീസ് കടന്നു നിന്നു. ഒരു മഹാന്റെ മുന്നിൽ ഇബ്ലീസ് കടന്നു നിന്നിട്ട് പറഞ്ഞു, 40 വർഷമായിട്ട് ഞാൻ നിങ്ങളെ പിഴപ്പിക്കാൻ നടക്കാം, ഞാൻ തോറ്റു, ഞാൻ പോവാ. എന്താ പറഞ്ഞത്? ഇബ്ലീസ് ഒരു മനുഷ്യന്റെ അടുത്ത് എന്നിട്ട് പറയാ, ഒരു മഹാന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, 40 കൊല്ലം കൊണ്ട് ഞാൻ നിങ്ങളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് നിങ്ങൾ പിഴച്ചില്ല, നിങ്ങളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി, ഞാൻ പോവാന്ന്. അപ്പൊ ആ മഹാൻ പറഞ്ഞ എന്തെന്നറിയോ? എടാ, ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് അഹങ്കാരം ഉണ്ടാവത്തില്ല. ഇങ്ങനെ പറയുമ്പോ മനുഷ്യന് തോന്നുമല്ലോ, എടാ എന്റെ മുന്നിൽ ശൈത്താൻ തോറ്റല്ലോ എന്ന് അഹങ്കാരം തോന്നാം. അതുകൊണ്ട് അപ്പോഴും പറഞ്ഞത് നീ പറഞ്ഞാലും എനിക്ക് ഉണ്ടാകില്ല എന്നാ. അതുപോലെ ചിലതൊക്കെ പറയുമ്പോ അർശന്റെ മോളിൽ കയറ്റുമ്പോ ഇത്തിരി താഴെയൊക്കെ വെക്കാൻ എങ്ങനെയൊക്കെ പറയണ്ട. അള്ളാഹു നമുക്കൊക്കെ അഹങ്കാരം അള്ളാഹു തരാതിരിക്കുമാറാകട്ടെ. അള്ളാഹു അഹങ്കാരികളെ തൊട്ട് കാക്കുമാറാകട്ടെ. അപ്പൊ ജുമാ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, ഒന്ന് പറഞ്ഞ എത്ര കൊല്ലത്തെ ഇബാദത്ത്, എത്ര കൊല്ലത്തെ ഇബാദത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഴ്ച പോയി വാങ്ങുന്ന നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. അൽഹംദുലില്ലാഹ്. ഉസ്താദ് ഖത്തീബ് ഉസ്താദ് ആരാ ഇവിടുത്തെ? നോക്കിയോ, ഇന്ന് പള്ളി നിറയും. നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക്, നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിക്കകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നിറയോ ഇല്ലയോ എന്നപ്പ അറിയാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം അബുൽ ഖാസിം ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ചരിത്രം. ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ചു, അള്ളാഹുവേ, എനിക്ക് ഈ പ്രതിഫലം വേണം. വെള്ളിയാഴ്ച ഒന്നാമത് പള്ളിയിൽ പോയ മനുഷ്യന്റെ പ്രതിഫലം എനിക്ക് വേണം. അങ്ങനെ വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ പോയി നോക്കുമ്പോ പള്ളിക്കകത്ത് ആരുമില്ല. ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് ചിന്തിച്ചു, അല്ലാഹു, അപ്പോൾ ഒന്നാമത് വന്ന പ്രതിഫലം എനിക്കായിരിക്കും. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ പള്ളിക്കകത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, ഖദ് സുബിഖത്ത് അബുൽ ഖാസിം. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളെക്കാളും പ്രതിഫലവുമായിട്ട് ആള് പോയി. ജുനൈദുൽ ബഅദാദിയോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മഹാനവറുകളോട് അവിടെ അശരീരി കേട്ടോ, നിങ്ങളെക്കാളും മുമ്പേ ഒരാൾ പള്ളിയിൽ വന്നിട്ട് പ്രതിഫലം വാങ്ങി. അള്ളാഹുവേ, മഹാനവറുകൾ ചിന്തിച്ചു, പടച്ചവൻ, അപ്പൊ ഈ ആഴ്ച പോയി, എന്നെക്കാളും മുമ്പേ ആരോ വന്നിട്ടുണ്ട്, അടുത്ത വെള്ളിയാഴ്ച ഇത്തിരി നേരത്തെ വരാമെന്ന് കരുതിയിട്ട് പിറ്റേ വെള്ളിയാഴ്ച ഇത്തിരി കൂടെ നേരത്തെ പോയി. 11 മണിക്ക് 10 മണിക്ക് പോയിരുന്ന ആള് പിറ്റേ വെള്ളിയാഴ്ച ഒരു 8:30 ആയപ്പോഴേ പോയി പള്ളിക്കകത്തിരുന്നു. നോക്കുമ്പോ പള്ളിക്കകത്ത് ആരുമില്ല. ജുനൈദുൽ ബഅദാദി തങ്ങൾ ചിന്തിച്ചു, അള്ളാഹുവേ, എനിക്കായിരിക്കും ഈ വെള്ളിയാഴ്ച ഒന്നാമത് വന്ന പ്രതിഫലം. അപ്പോഴും അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഖദ് സുബിഖത്ത് അബുൽ ഖാസിം. മഹാനവറുകളോട് പറഞ്ഞു, ഇന്നും ഒരാൾ മുന്നേ പോയി. അള്ളാഹുവേ, മഹാനവറുകൾ വിചാരിച്ചു, അടുത്ത വെള്ളിയാഴ്ചയെങ്കിലും നേരത്തെ പോകാന്ന് വിചാരിച്ചിട്ട്, അനിയ ഒന്ന് വിളിയടവനെ, അടുത്ത വെള്ളിയാഴ്ചയെങ്കിലും എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് 3-ാമത്തെ വെള്ളിയാഴ്ച സുബഹിക്ക് പള്ളിയിൽ പോയതാ. അവിടെ തന്നെ അങ്ങിരുന്നു. 3-ാമത്തെ വെള്ളിയാഴ്ച പള്ളി സുബഹി നിസ്കരിക്കാൻ പോയിട്ട് അവിടെ തന്നെ അങ്ങിരുന്നു. കാരണം എന്ത്? എനിക്ക് ജുമയുടെ 1-ാമത്തെ പ്രതിഫലം വേണം. പള്ളിക്കകത്തിരിക്കുക. സുബഹിക്ക് പോയിട്ട് പിന്നെ വീട്ടിൽ പോയില്ല. മഹാനവറുകൾ പള്ളിക്കകത്തിരിക്കുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇന്നും പ്രതിഫലം നേരത്തെ ആള് കൊണ്ടുപോയി.
അല്ലാഹുവേ മഹാനായ ജുനൈദുൽ ബഗ്ദാദിയോട് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിനെ പള്ളിക്കകത്തിരുന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. ഖദ് സുബിഖത്ത് അബുൽ ഖാസിം, നിങ്ങളെക്കാളും മുമ്പേ ജുമയുടെ പ്രതിഫലവുമായിട്ടൊരു മനുഷ്യനെ കടന്നുപോയി. മഹാനവറുകൾ ചിന്തിച്ചു, ആദ്യത്തെ ദിവസം 10 മണിക്ക് വന്നു, രണ്ടാമത്തെ വെള്ളിയാഴ്ച 8:30 വന്നു, മൂന്നാമത്തെ വെള്ളിയാഴ്ച 4:30 പള്ളിയിൽ കയറിയതാ. സുബഹിക്ക് വന്നിട്ട് പോലും പടച്ചവര് എന്നെക്കാളും മുമ്പേ ഈ പള്ളിക്കകത്ത് നിന്ന് പ്രതിഫലം വാങ്ങിയ മനുഷ്യനാരാ? മഹാനവറുകൾക്ക് അത്ഭുതമായി. പടച്ചവനെ അവിടെ നിന്ന് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യുന്ന പടച്ചവനെ ആരാ? എനിക്കറിയണം തമ്പുരാര്, എന്നെക്കാളും മുമ്പേ പ്രതിഫലം വാങ്ങിയ മനുഷ്യനാരാ? ആ സമയത്ത് പള്ളിയിൽ നിന്ന് അശരീരി കേൾക്കുകയാണ്. അല്ലദീ സബഖതുഹു വല്ലദീ യഖ്റുജു ഈ വെള്ളിയാഴ്ച ഒന്നാമത് പള്ളിയിൽ വന്ന പ്രതിഫലം കിട്ടിയ മനുഷ്യൻ ആരെന്നറിയണോ? ആരെന്നറിയണോ? എങ്കിലും പള്ളിക്കകത്തിരുന്നോ മാനവറുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നിയെക്കാളും പ്രതിഫലം വാങ്ങിയ മനുഷ്യൻ ആരെന്നറിയണമെങ്കിൽ ഇന്ന് ജുമാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ജനങ്ങൾ പിരിഞ്ഞു പോകുമ്പോ ഏറ്റവും അവസാനം പോകുന്ന മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കൂ. അതാ പറഞ്ഞു കൊടുക്കുകയാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് പറയുകയാണ്, സുബഹിക്ക് പള്ളിയിൽ വന്നിട്ട് പോലും നിങ്ങളെക്കാളും പ്രതിഫലത്തിൽ മുൻകടന്ന മനുഷ്യൻ ആരാണെന്നറിയണമെങ്കിൽ ഈ പള്ളിക്കകത്ത് ജുമാക്ക് വന്ന് ഈ പള്ളിയിൽ നിന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞു അവസാനം പിരിഞ്ഞു പോകുന്ന ആളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കൂ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പള്ളിക്കകത്തിരിക്കുകയാ. അവിടുന്ന് ജുമാ നിസ്കാരം തുടങ്ങി, അവിടുന്ന് സലാം വീട്ടി, അവിടുന്ന് ദുആ ചെയ്തു. ജനങ്ങൾ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാ. ജനങ്ങള് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാ. ജുനൈദ് തങ്ങൾ പള്ളിക്കകത്തിരിക്കുകയാണ്. റബ്ബേ, അവസാനം പോകുന്ന മനുഷ്യനെ തെരഞ്ഞിരിക്കുകയാ. പക്ഷേ ജനങ്ങൾ പള്ളിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. അവരസറായിട്ടും പോകുന്നില്ല. അതാ കുറച്ചാൾക്കാര് പള്ളിക്കകത്ത് തന്നെ ഇരിക്കുകയാ. അതാ അസറിന്റെ ബാങ്ക് അസറിന്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് വിളിച്ചു. എന്നിട്ടും ജുമാക്ക് വന്നവര് പള്ളിയിൽ നിന്ന് പോയിട്ടില്ല. എന്റെ പ്രിയമുള്ളവര് 20 കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടെ കൈപൊക്കിയവര് ഇമാം ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്നത് പള്ളിയുടെ വെളിയിൽ നിന്നാ. എന്റെ പ്രിയമുള്ളവരെ, പള്ളിയിൽ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇമാം ദിക്റുകളൊക്കെ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതൊക്കെ പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ വീടിന്റെ അകത്ത് പോയിരുന്ന ഭക്ഷണം കഴിക്കുന്ന മുസ്ലിമേ, 20 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി നിനക്ക് കിട്ടുവോ? അല്ലാഹുവേ, അസറായിട്ടും ജനങ്ങളെ പോകുന്നില്ല. ജുനൈദ് തങ്ങൾ പള്ളിക്കകത്തിരിക്കുകയാ. എപ്പ വന്നതാടാ ചെറുപ്പക്കാരാ? സുബഹിക്ക് പള്ളിയിൽ വന്നതാണ്. വെള്ളിയാഴ്ച സുബഹിക്ക് പള്ളിയിൽ വന്നതാണ്. അവിടന്ന് കാത്തിരുന്നു. അവസാനം എല്ലാവരും ഇറങ്ങി. സുബ്ഹാനല്ലാഹ്, അവസാനം ഇറങ്ങി പോകുന്നതാരെന്നറിയോ? ഒരു പ്രായം ചെന്ന വാപ്പയാ, ഒരു പ്രായം ചെന്ന ഉപ്പയാ, നടക്കാൻ ആരോഗ്യമില്ലാത്ത വേച്ച് നടന്നു പോകുന്ന ഒരു പ്രായം ചെന്ന പിതാവാണ്. പള്ളിയിൽ നിന്നിറങ്ങി പോകുമ്പോ അല്ലാഹുവേ ഇറങ്ങി ഓടുകയാണ്. അവിടുന്ന് ജുനൈദ് തങ്ങൾ ഇറങ്ങി ഓടുകയാണ്. ആ പ്രായമുള്ള മനുഷ്യന്റെ ചാരത്ത് ചെന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ ശൈഖ് മൻ തഹമനി. അതാ അവിടുന്ന് ചോദിക്കുകയാണ്, യാ ശൈഖ് മതാ തഹ്ദുറുൽ ജമാ. നിങ്ങളെപ്പോഴാണ് പള്ളിയിൽ വന്നത്? ആ സുബഹി
സുബഹിക്ക് പള്ളിയിൽ വന്നതാണ്, ഇന്നത്തെ പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടെ ആ സുബഹിക്ക് പള്ളിയിൽ വന്നിരിക്കാൻ തുടങ്ങിയതാ. നിങ്ങളെപ്പോഴാ പള്ളിയിൽ വന്നത്? നിങ്ങളെപ്പോഴാണ് പള്ളിയിൽ വന്നത്? ആ പ്രായം ചെന്ന മനുഷ്യൻ പറയുകയാ, ഞാൻ എപ്പോഴാണ് വന്നതെന്നറിയോ? അവസാന സമയത്താ. സുബഹിക്ക് പള്ളിക്കകത്ത് പോയിരിക്കുക. മഹാനവറുകളോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയ ആളെ അറിയണമെങ്കിൽ ഏറ്റവും അവസാനം ജുമാ കഴിഞ്ഞു പോകുന്ന ആളുടെ കൈ പിടിച്ചിട്ട് ചോദിക്കണം. മഹാനവറുകൾ കാത്തിരിക്കുക, ജുമാ കഴിഞ്ഞു ആരും പോകുന്നില്ല. അസർ വരെ വാങ്ങ് വിളിച്ചു, അപ്പോഴും തന്നെ പള്ളിക്കാതിരിക്കുക. എന്റെ പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ ഉസ്താദ് ദുആ പറഞ്ഞിട്ട് സലാത്ത് പറയുമ്പോൾ വീട്ടിൽ ഇരുന്ന് ചോറുണ്ണുന്നവരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവസാനം ഇറങ്ങിപ്പോയതൊരു പ്രായമുള്ള വാപ്പയാ. ആ വാപ്പാടെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, ഉപ്പ നിങ്ങൾ എപ്പോഴാ പള്ളി വന്നേ? നിങ്ങൾ ജുമായ്ക്ക് എപ്പോഴാ വന്നേ? ആ മനുഷ്യൻ പറയാ, ഏറ്റവും അവസാനമാണ് ഞാൻ വന്നേ. ഉദാഹരണം പറഞ്ഞ ബാങ്ക് വിളിക്കണ സമയത്താ പള്ളി വന്നേ, ഏറ്റവും അവസാനത്തെ സമയത്താ ഞാൻ പള്ളി വന്നേ. അപ്പൊ മഹാനവറുകളോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത് വന്ന പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏറ്റവും അവസാനം വന്നിട്ട് ഏറ്റവും ഒന്നാമത് പള്ളിയിൽ കയറി പ്രതിഫലം വാങ്ങിയ മനുഷ്യനാണ്. അള്ളാഹു നമുക്കും ആ പ്രതിഫലം വാങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു വാങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. വാങ്ങോ വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യ, വാങ്ങോ. അനിയ ഫ്ലൈറ്റ് ഒക്കെ പറക്കുന്നതാ, പേടിയാവുന്ന. കാരണം ഏറ്റവും അവസാനം പള്ളിക്കകത്ത് പോയിരുന്നിട്ട് ഏറ്റവും ഒന്നാമത് വന്ന പ്രതിഫലം വാങ്ങിയ മനുഷ്യൻ. അള്ളാഹു നമുക്കും ആ പ്രതിഫലം വാങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പോയി വാങ്ങോ. നീയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. എങ്ങനെ? ഉസ്താദ് ഖുതുബയ്ക്ക് രണ്ടാമത്തെ ഖുതുബയ്ക്ക് താഴെ ഇറങ്ങുമ്പോൾ ഞാൻ കയറും, ഒന്നാമത്തെ പ്രതിഫലവും വാങ്ങും, ഇല്ലേ? ഉസ്താദ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഈ യഅദുകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഉസ്താദ് മിഹ്റാബിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഷഹദാ ഇഖാമത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കയറണേ. ഇങ്ങനെ കയറിയിട്ട് ഇമാമ് രണ്ടാമത്തെ സലാം വിട്ടുമ്പോൾ തന്നെ വെളിയിൽ ചാടും. എന്നിട്ട് നമുക്ക് 20 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അവിടെ ഇരിക്കുക. ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇപ്പൊ വാങ്ങിച്ചിട്ട് പോയാലോ? ആദ്യം പള്ളിയിൽ പോയി ഇരിക്കുന്നത് പോയിട്ട് ഇവിടെ അവസാനം വരെ ഇരിക്കുമോ നോക്കാം. ഇവിടെ അവസാനം വരെ ഇരിക്കുമോ നോക്കാം. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്താപ്പ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. സമയം ഒരുപാടായി, ചുമ്മാതല്ല, 12:15 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മനുഷ്യന് കിട്ടിയ പ്രതിഫലം എന്തെന്നറിയോ? ആ പ്രായമുള്ള മനുഷ്യന് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം അവിടെ നിന്ന് പറഞ്ഞു, ഒരു ജുമാ നിസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ ആ മനുഷ്യൻ അള്ളാഹിനോട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ, ഈ പാവപ്പെട്ട എനിക്ക് ആരോഗ്യമില്ല അല്ലാ, ഈ വെള്ളിയാഴ്ച ഞാൻ വന്നത് ഇത്തിരി താമസിച്ചു പോയി തമ്പുരാനെ. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ വന്നപ്പോ ഇത്തിരി താമസിച്ചു പോയി. അല്ലാഹുവേ, അടുത്ത വെള്ളിയാഴ്ച എനിക്ക് നേരത്തെ പള്ളിക്കകത്ത് പോകാനുള്ള ആഫിയത്തും ആരോഗ്യവും എനിക്ക് തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് അല്ലാഹു ആ പ്രതിഫലം കൊടുത്തത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ ആ പിതാവ് ദുആ ചെയ്തെന്നറിയല്ല, അല്ലാഹുവേ, ഇന്ന് വന്നത് ഇത്തിരി താമസിച്ചു പോയി തമ്പുരാനെ. അല്ലാഹുവേ, എനിക്ക് ആഫിയത്തും ആരോഗ്യം നീ തരണം. അടുത്ത വെള്ളിയാഴ്ച എനിക്ക് നേരത്തെ പള്ളിക്കകത്ത് പോകണം. അടുത്ത വെള്ളിയാഴ്ച എനിക്ക് ഇന്ന് വന്നതിനേക്കാളും നേരത്തെ പള്ളിക്കകത്ത് പോയിരുന്നിട്ട് ജുമാ നിസ്കരിക്കണം. അതിനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്ന് ദുആ ചെയ്തിട്ടാ പോയത്. അതുകൊണ്ട് ആ മനുഷ്യൻ അല്ലാഹു ആ പ്രതിഫലം കൊടുത്തത്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു നന്മ വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിൽ അൽഹംദുലില്ലാഹ് എനിക്ക് മുമ്പ് പ്രസംഗിച്ച മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്കും മനസ്സിലായി. എന്റെ പ്രിയമുള്ളവരെ, ഒരു നല്ല സ്ഥാപനം എന്ത് പഠിപ്പിക്കുന്നു? ഇസ്ലാമിക് സ്കൂൾ ജാഗ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അവര് വസ്തു വാങ്ങിയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, അഡ്വാൻസ് കൊടുത്തു. ഇനി എന്തെന്നറിയില്ല. 2 ഏക്കർ വസ്തു വാങ്ങുന്നതിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തു. ചെറിയ ഒരു തുക
50,000 രൂപ കൊടുത്തു. ഇനി വേണ്ടത് ലക്ഷക്കണക്കിന് രൂപയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. തന്റെ കുടുംബത്തെ പോറ്റാൻ അന്യനാട്ടിൽ കിടന്ന്, എന്റെ പ്രിയമുള്ളവരെ, പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ കുബൂസും വെള്ളവും കുടിച്ചിട്ട് കുടുംബത്തിനെ പോറ്റാൻ പരക്കം പായുമ്പോ ആ പരക്കം പാഞ്ഞിട്ട് തനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരൽപ്പം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാ പ്രവാസികൾ. അള്ളാഹു അവരുടെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ജോലിയിൽ സ്ഥിരത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും കഴിയുമോ? നമുക്കും കഴിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് അല്ലാഹുവേ, പടച്ചവനെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പടച്ചവനെ നമ്മുടെ മക്കൾക്ക് 5 നേരം നമസ്കരിക്കാൻ വിടുന്ന, അല്ലാഹുവേ, നമസ്കരിക്കാൻ സൗകര്യമുള്ള, ദീനീപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, ശരീരം മറച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ ഇസ്ലാമിക പരമായിട്ടുള്ള ഒരു സ്കൂൾ പണിയുന്നതിന് വേണ്ടിയാണ്. അത് ഉമ്മത്തിന് പ്രയോജനമുള്ളതാണ്, അത് ഈ സമുദായത്തിന് പ്രയോജനമുള്ളതാണ്. അതുപോലെയുള്ള ഒരു സ്ഥാപനം പണിയുന്നതിന് വേണ്ടിയാ എന്റെ പ്രിയമുള്ളവരെ, ലക്ഷങ്ങളാണ് വേണ്ടത്, ലക്ഷങ്ങളാണ് വേണ്ടത്. അല്ലാഹുവേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് വാങ്ങുന്നതിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുത്ത് സഹായിക്കൂ. പലതുള്ളി പെരുവെള്ളമാണല്ലോ പടച്ചവനെ, നിങ്ങളെല്ലാവരും കൂടെ കൊടുത്താൽ അല്ലാഹുവേ, അത് വാങ്ങാറുള്ളത് മുഴുവനും തികയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും പടച്ചവനെ, 1 സെന്റ് വസ്തു വാങ്ങുമ്പോ എന്നിൽ നിന്നൊരൽപ്പമുണ്ട്. ഇത്രയും പേരും കൂടെ ചേർന്നിട്ട് 1 സെന്റ് വസ്തുവിന്റെ പൈസയെങ്കിലും കൊടുത്താ ഇന്നത്തെ വഅദ കൊണ്ടുള്ള നേട്ടമാണല്ലോ എന്റെ പ്രിയമുള്ള സഹോദരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യനെ കടന്നു വരികയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യനെ കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, ഇരിക്കുന്ന വസ്ത്രമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല നബിയേ, എന്തെങ്കിലും തന്ന് സഹായിക്കു നബിയേ. നബിയുടെ മുന്നിൽ വന്നിട്ടൊരു പാവപ്പെട്ടവനെ കൈനീട്ടിയിട്ട് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പടച്ചവനെ തലയെന്ന് താഴ്ത്തി പിടിക്കുകയാ. കാരണം കൊടുക്കാനൊന്നുമില്ല. ആയിഷ ബീബി തലയെന്ന് താഴ്ത്തി വെക്കുകയാണ്. കാരണം കൊടുക്കാനൊന്നുമില്ല. പ്രവാചകന്റെ വീടിന്റെ അകത്ത് അല്ലാഹുവേ, ഭക്ഷണം വെച്ചിട്ട് തീ പുകഞ്ഞിട്ട് മാസങ്ങളായി. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. ആ പാവപ്പെട്ടവനെ വെറും കയ്യോടെ പറഞ്ഞവനാ മനസ്സില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യ, എന്റെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലൂ, എന്റെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലൂ. ഒരിക്കലും അബൂബക്കർ വെറും കയ്യോടെ മടക്കാറില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഈ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ നിന്ന് സലാം പറയുകയാ. അല്ലാഹുവേ, അബൂബക്കർ തങ്ങളുടെ വീട് തുറന്ന് വെളിയിലേക്ക് വന്നു. ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വിട്ടതാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, ഒരു രൂപ പോലും എന്നെ കയ്യിലെടുക്കാറില്ല, ഇരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാനൊരു പുതപ്പ് പോലുമില്ല, ഞാൻ പാവപ്പെട്ടവരാണ്, എന്തെങ്കിലും തന്ന് സഹായിക്കുക അബൂബക്കർ. അബൂബക്കർ തങ്ങൾക്കറിയാ കൊടുക്കാനൊന്നുമില്ലെന്നു. വീടിന്റെ അകത്ത് കയറിയിട്ട് വീട് മുഴുവനും തിരയുകയാണ്. എന്തെങ്കിലും ഉണ്ടോ പടച്ചവര്? പാവപ്പെട്ടവന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ പടച്ചവര്? വീട് മുഴുവനും തിരയുകയാണ്. അല്ലാഹുവേ, കൊടുക്കാനൊന്നുമില്ല, ഇരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നും വീടിന്റെ അകത്തില്ല. അബൂബക്കർ തങ്ങൾ വീടിന്റെ പുറത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എനിക്കൊന്നും തരാറില്ല, എന്റെ വീടിന്റെ അകത്തൊന്നുമില്ല എന്ന് അബൂബക്കർ തങ്ങള് പറയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കർ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ വന്നാ വെറും കയ്യോടെ മടക്കില്ല എന്നാണ്. അല്ലാഹുവേ, അബൂബക്കർ തങ്ങൾ വീണ്ടും തന്റെ വീടിന്റെ അകത്തേക്ക് കയറി വീടിന്റെ കവാടമടച്ചു. വീട്
മുഴുവനും തിരഞ്ഞു നോക്കി, കൊടുക്കാനൊന്നുമില്ല. അബൂബക്കർ തങ്ങളിരുന്ന് കരയുകയാ. എന്തിനാ കരയുന്നത്? ആഗ്രഹത്തോടെ മുത്തുനബി പറഞ്ഞു വിട്ട മനുഷ്യര് കൊടുക്കാനൊന്നുമില്ലല്ലോ തമ്പുരാന്. ഇറങ്ങിയോടെ മടക്കാൻ മനസ്സില്ലാതെ വന്നപ്പോ അബൂബക്കർ തങ്ങള് വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. പാവപ്പെട്ടവൻ വീടിന്റെ വെളിയിൽ നോക്കി നിൽക്കുകയാണ്. പടച്ചവരെ കുറെ സമയം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു വസ്ത്രമെടുത്തിട്ട് വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ ആ മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ എന്റെ കയ്യിലുള്ളൂ, തരാനൊന്നുമില്ല. വെറും കയ്യോടെ മടക്കാൻ മനസ്സില്ല. അല്ലാഹുവേ, ആകെയുണ്ടായിരുന്ന വസ്ത്രമെടുത്ത് കയ്യിൽ കൊടുത്തു. ആ മനുഷ്യൻ ആ വസ്ത്രവുമായി കടന്നുപോയി. വല്ലാത്ത സന്തോഷമായി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. അസർ നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വന്നു. ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുത്തു. എല്ലാവരും പള്ളിയിലേക്ക് സഫ് കെട്ടി നിന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്ത് നിന്നു. നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സലാം വീട്ടിയിട്ട് തിരിയുമ്പോ എപ്പോഴും പ്രവാചകന്റെ ചാരത്തിരുന്ന് കരയുന്ന അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. നബിയുടെ പുറകിലിരിക്കുന്ന അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അയിന അബൂബക്കർ, എന്റെ അബൂബക്കർ എവിടെ? പള്ളിയിൽ വന്നിട്ടില്ല നബിയേ. സഹാബാ, എന്റെ അബൂബക്കറിന് എന്ത് പറ്റി? രോഗം പിടിച്ച് കിടക്കുകയാണോ? എന്തെങ്കിലും പ്രയാസത്തിലാണോ? നോക്ക് സഹാബാ, നബി അവിടെ പറയുമ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവാണ് അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നുപോയത്. പടച്ചവരെ, മുത്തുനബി വീടും പള്ളിയുടെ മുന്നിലിരിക്കുകയാണ്. മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ അബൂബക്കറിന് എന്ത് പറ്റി? യാ റസൂലല്ലാഹ്, രോഗമൊന്നുമില്ല നബിയേ. പിന്നെന്തേ അബൂബക്കർ പള്ളിയിൽ വരാത്തത്? യാ റസൂലല്ലാഹ്, പറഞ്ഞു വിട്ട പാവപ്പെട്ട മനസ്സിന് കൊടുക്കാനൊന്നുമില്ലാതെ, ഭക്ഷണമോ പൈസയോ വസ്ത്രമോ ഒന്നുമില്ലാതെ, ആ മനുഷ്യന് വെറുങ്കയോടെ പറഞ്ഞു വിടാ മനസ്സില്ലാതെ ഇട്ടിരുന്ന വസ്ത്രമൂരി കൊടുത്തു നബിയേ. ധരിച്ചിരുന്ന വസ്ത്രമൂരി കൊടുത്തു നബിയേ. ധരിക്കാ വസ്ത്രമില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. യാ റസൂലല്ലാഹ്, ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരാ. അബൂബക്കർ തങ്ങളുടെ വസ്ത്രമില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിക്കുന്ന ആയിഷ, എന്തെങ്കിലും എടുത്തു കൊടുക്ക ആയിഷ, നിന്റെ വാപ്പയ്ക്ക ആയിഷ. മുത്തുനബി അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കയറി തിരയുകയാണ്. എന്തിനറിയോ? തന്റെ പ്രിയപ്പെട്ട വാപ്പായ്ക്ക് അവിടത്ത് മറക്കാനൊരു വസ്ത്രമാ. വീട് മുഴുവനും തിരഞ്ഞു നോക്കി. അവസാനം അല്ലാഹുവേ, പറഞ്ഞവര് പഴയെങ്കി പോലെ എന്തോ കിട്ടി. പടച്ചവനെ എടുത്തവിടെന്ന് കൊടുക്കുകയാണ്. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കൊണ്ടു കൊടുക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ ആ കീറി പറഞ്ഞ പടയങ്കിയും ധരിച്ചുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് വരികയാ. ആ രംഗം കണ്ടിട്ട് മലക്കുകൾ പോലെ കരഞ്ഞുപോയി. ആ ഒരു രംഗം കണ്ടിട്ട് മലക്കുകൾ കരഞ്ഞുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുപോയി. മണൽത്തരികൾ പോലെ കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് മഹാനായ അബൂബക്കർ തങ്ങളെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ അബൂബക്കറെ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്റെ ഒരു ജമാഅത്ത് പോയല്ലോ നബിയേ, എന്റെ ഒരു വഖത്ത് നിസ്കാരം അങ്ങയുടെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ പോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും നിങ്ങളുടെ വീട് മുഴുവനും കൊടുക്കണമെന്ന് പറയുന്നില്ല, ഈ സമ്പാദിച്ചത് മുഴുവനും കൊടുക്കണമെന്ന് പറയുന്നില്ല. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹു നിനക്ക് തന്നതിൽ നിന്ന് 99% നീ എടുത്തോ. ഒരൽപ്പം ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ഒരു ചാക്ക് സിമന്റ് വാങ്ങുന്നതിന് വേണ്ടി, അല്ലാഹുവേ, ഒരു സെന്റ് വസ്തുവിന് 1 രൂപയെങ്കിലും നിന്നെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ജാരിയായ സദഖയാ, അത് ജാരിയായ സദഖയാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന സമ്പന്നന്മാരോട് അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തവരാണ്. ചോദിച്ചാ കൊടുക്കാൻ മനസ്സുള്ളവരാണ്, ഒരു മടിയുമില്ലാതെ അതിന് തയ്യാറാകുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പലതുള്ളി പെരുവെള്ളമാകാറ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാൻ കഴിയോ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോ, സ്വർണത്തിന് വല്ലാത്ത വിലയാണ് മോള്. അല്ലാഹുവേ, ഇന്ന് സ്വർണത്തിന് വല്ലാത്ത വിലയാ. സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കൊടുക്കുന്നതിന് പ്രതിഫലം വല്ലാത്ത കൂടുതലാ. നീ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. ലന്തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഉസ്താദ്, ഇസ്ലാമികപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയല്ലോ ഉസ്താദ്, എന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു മോതിരമുണ്ടല്ലോ, ഒരു വളയുണ്ടല്ലോ, എന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു കമ്മലുണ്ടല്ലോ, ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തരാം ഉസ്താദ്. ആരോടും ഞാൻ പറഞ്ഞു നിർത്തിയിട്ടില്ല. അല്ലാഹുവേ, നിങ്ങൾ തന്നാല് തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. കാരണം സദഖ കൊടുക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ, ഒരിക്കലും നീ കരുതരുത്. നീ മാത്രം വിചാരിച്ചാ പോരാ, നിന്നെ പടച്ച അല്ലാഹു വിചാരിക്കണം. ആ റബ്ബാണ് നിന്റെ മനസ്സിൽ തോന്നൽ തരുന്നത്. എത്രയോ കോടീശ്വരന്മാരുണ്ട്, പക്ഷേ കൊടുക്കാ മനസ്സാണ്, കൊടുക്കാ മനസ്സാണ്. ഒരുപാട് സ്വർണ്ണാഭരണം പ്രായം ചെന്ന ഉമ്മയുടെ ചെവിയിലും പടച്ചവനെ കിടക്കുന്ന സ്വർണമുണ്ടല്ലോ. 20, 25, 30 വയസ്സുള്ള പെണ്ണല്ല, 50, 60 വയസ്സും കഴിഞ്ഞ് കബറിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഉമ്മ പോലും എന്തിനാ ഉമ്മ സ്വർണത്തിനോട് ഇത്ര ആർത്തി? എന്തിനാ? നിന്റെ ഉമ്മ പോയപ്പോ എന്തുകൊണ്ടുപോയി? നിന്റെ വാപ്പ പോയപ്പോ എന്തുകൊണ്ടുപോയി? ഉമ്മാടെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് നീയല്ലേ നിന്റെ ഉമ്മാടെ ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണങ്ങളെ ഊരിയെടുത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്ന് സദഖയുടെ മഹത്വം പറഞ്ഞാ നിങ്ങൾക്ക് തിരിയണമെന്നില്ല. ഇന്ന് സദഖയുടെ മഹത്വം പറഞ്ഞാൽ സദഖ കൊടുക്കാൻ പറഞ്ഞാ തിരിയുന്നില്ല. എങ്കിൽ തിരിയുന്ന ഒരു സമയമുണ്ട്. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. എപ്പോഴാണ് തിരിയുന്നതെന്നറിയോ? അല്ലാഹുവേ, പാപങ്ങൾക്ക് ചോദിച്ചാൽ, തീമീങ്ങൾക്ക് ചോദിച്ചാൽ, രോഗികൾക്ക് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ പള്ളികൾക്കാകട്ടെ മദ്രസകൾക്കാകട്ടെ ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും ഉണ്ടായിട്ടും കൊടുക്കാത്തവനെ, നിനക്ക് തിരിയവടാ. നിനക്ക് തിരിയുന്ന ഒരു സമയമുണ്ട്. സദഖ കൊടുക്കാൻ നീ കൊതിക്കുന്ന ഒരു സമയമുണ്ട്. തെണ്ടുന്ന ഒരു സമയമുണ്ട്. യാചിക്കും അല്ലാ,
അല്ലാ, എനിക്കൊരവസരം താ അല്ലാ. എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ നിന്റെ ദീനിന് വേണ്ടി കൊടുക്കാ തമ്പുരാര്. എപ്പോഴാണ് യാചിക്കുന്നത്? ഞാനല്ല പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്. ആർക്കും കൊടുക്കാതെ വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന നിന്റെ സമ്പാദ്യം മുഴുവനും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ അല്ല നിന്റെ മുന്നിൽ കൊണ്ടുവരുമടാ. അമേരിക്കയിലാണ് നീ ഇട്ടിരിക്കുന്നതെങ്കിലും, ഈ ലോകത്തിന്റെ ഏത് മൂലയിലാണ് നിന്റെ സമ്പാദ്യം കിടക്കുന്നതെങ്കിലും, നിന്റെ സർവ്വസമ്പത്തും അല്ലാന്റെ നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചു തരും. ഈ ബിൽഡിംഗ് കാണുന്നത് പോലെ നിന്റെ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു നിന്റെ വീട് കാണിക്കും, നിന്റെ സ്വർണം കാണിക്കും, നിന്റെ ജാഗ കാണിക്കും, നിന്റെ ബിസിനസ് കാണിക്കും. എല്ലാ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുമ്പോ അല്ലാഹുവേ ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുകയാ. ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലല്ലോ, ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ. പടച്ചവനെ, എനിക്ക് ഇതുവരെ ഇത് തിരിഞ്ഞില്ലല്ലോ. കോടീശ്വരനായ എന്റെ വാപ്പാര് 3 കഷ്ടം വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് പള്ളിയുടെ മൂലയിലിരിക്കുന്ന പൊടിയടിച്ച മയ്യത്ത് കട്ടിലിനകത്ത് എടുത്ത് വെച്ചിട്ട് ചുമന്നു പള്ളിയിൽ കൊണ്ടുപോയി പച്ച മണ്ണിലിറക്കി വെച്ചപ്പോ എനിക്കിത് മനസ്സിലായില്ലല്ലോ. എന്റെ ഉമ്മാടെ ശരീരത്ത് കിടന്ന സ്വർണം മുഴുവനും ഊരി മാറ്റിയിട്ട്, ഉമ്മാടെ ശരീരത്ത് കിടന്ന വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഊരി മാറ്റിയിട്ട്, ഉമ്മ നമസ്കരിക്കുമ്പോ ധരിക്കുന്ന വെള്ള പോലെയുള്ള വസ്ത്രം 3 കഷ്ടം കഫൻ തുണിക്കകത്ത് എന്റെ ഉമ്മാനെ പൊതിഞ്ഞു പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയപ്പോ എനിക്ക് തിരിഞ്ഞില്ലല്ലോ അല്ലാ. ഞാനും ഇതുപോലെ ഒരു ദിവസം പോകേണ്ടവളാണെന്ന് എനിക്ക് ബുദ്ധിയില്ലാതെ പോയല്ലോ, ചിന്തിക്കാൻ കഴിവില്ലാതെ പോയല്ലോ. ഒരുപാട് ഉസ്താദന്മാർ ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നല്ലോ, അപ്പോഴും എന്റെ ബുദ്ധി വർക്ക് ചെയ്തില്ലല്ലോ. അല്ലാ, എനിക്ക് മനസ്സിലായി ഞാൻ ചാകാൻ പോകുകയാണ്. ഈ സമ്പാദിച്ചത് മുഴുവനും ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് എനിക്ക് മനസ്സിലായി. പടച്ചവരെ, എല്ലാ നിന്റെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരും. എന്നിട്ട് നിന്റെ ബാംഗ്ലൂർ കിടക്കുന്ന, സൗദിയിൽ കിടക്കുന്ന, ദുബൈയിൽ കിടക്കുന്ന നിന്റെ എല്ലാ മക്കളെയും സ്ക്രീനിലേക്ക് അല്ലാഹു കൊണ്ടുവരികയാ. 101 പവനും കാറും കൊടുത്ത് കെട്ടിച്ചു വിട്ട നിന്റെ പൊന്നുമോളുണ്ടല്ലോ, അല്ലാഹുവേ, എല്ലാത്തിനെയും നിന്റെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി, മക്കൾക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചു. എന്തൊരു സ്നേഹവാ. നിന്റെ മക്കളെ മുഴുവനും കണ്ണിന്റെ മുന്നിൽ അല്ലാഹു ഇങ്ങനെ കാണിച്ചു തരും. നീ ചോദിക്കും, മോനെ, വാപ്പ പോകുകയാടാ, വാപ്പ മരിക്കാൻ പോകുകയാ, നിന്റെ ഉമ്മ പോകുകയാ, മോനെ, എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഉമ്മ മരിച്ചാൽ എന്ത് ചെയ്യും? ഉപ്പ മരിച്ചാൽ എന്ത് ചെയ്യും? നിന്റെ പൊന്നു മക്കളും പറയും, വാപ്പാ 3 കഷ്ടം തുണി വാങ്ങി നിങ്ങളെ പൊതിയാ. ഞങ്ങളെ ചെയ്യുന്ന കാര്യം എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണുകൊണ്ട് കാണും മോനെ. നിന്റെ മക്കള് പറയുന്നത് നീ കേൾക്കും. നിന്റെ മക്കള് പറയും, ഉമ്മാ, ഉമ്മാ 3 കഷ്ടം തുണി മേടിച്ചിട്ട് നിങ്ങളെ പൊതിയും, പള്ളിപ്പറമ്പിൽ ഒരു കുഴി എടുത്തിട്ട് തന്നിട്ട് കുഴിച്ചിടാ. ഇതല്ലാതെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. ഇത് പറയുമ്പോ ഉള്ള ഒരു വേദനയുണ്ടല്ലോ, ഇത് പറയുമ്പോ പടച്ചവരെ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ അല്ലാ. എന്റെ സമ്പാദ്യവും പോയി, എന്റെതെന്ന് കരുതിയ മക്കളും പോയി. ഇവന്മാരെന്റെ കടം പോലും വീട്ടില്ലല്ലോ അല്ലാ. 1 രൂപ പോലും എനിക്ക് വേണ്ടി സദക്ക കൊടുക്കില്ലല്ലോ അല്ലാ. ഈ ജീവിതം വേസ്റ്റായി പോയല്ലോ. ഖസ്റത്ത് ദുനിയാ വല്ലാഖിറ. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ അല്ലാ. ഇങ്ങനെ കിടന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് മലക്കുൽ മൗത്ത് അസ്റായീൽ. കിടന്ന് മൂത്രമൊഴിക്കും വാപ്പാ. കിടന്നിട്ട് നീ അവിടെ കിടന്ന് മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യും. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ വലിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ചിലരൊക്കെ മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ, മൃഗങ്ങൾ കിടന്ന് മുക്കറയിടുന്നത് പോലെ വലിച്ചിട്ട് മരിക്കുകയാ. മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോ മൂത്രവും കാഷ്ടവും തുണിയിലുണ്ട്. അല്ലാഹുവേ, കണ്ണ് തള്ളി മുഖമെല്ലാം കറുത്തും
പേടിച്ച് വിറച്ച് മരിച്ചു കിടക്കുന്ന രംഗം. എങ്ങനെ മരിക്കാതിരിക്കും വാപ്പാ, എങ്ങനെ മരിക്കാതിരിക്കും ചെറുപ്പക്കാരാ? ഈ മലക്കുൽ മൗത്ത് നിന്റെ മുന്നിൽ വരുന്ന സമയത്ത് തെണ്ടുന്നത് എന്തിനെന്നറിയോ? നീ എന്തേ ചോദിക്കുന്നത്? അല്ലാഹുവേ നിസ്കരിക്കാൻ അവസരം താ എന്നല്ല. അല്ലാഹുവേ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ ഖുർആനാ സിറാജ് പറഞ്ഞതല്ല, പരിശുദ്ധമായ ഖുർആൻ എടുക്ക്. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക സദഖ ചെയ്യാൻ ഒരവസരം താ അല്ലാഹ് എന്ന് നീ കടന്ന് തെണ്ടുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാറുള്ളത്, സിറാജിന്റെ വാപ്പ പള്ളിപ്പറമ്പിലാ പോയപ്പോ കൊണ്ടുപോയത് ഞങ്ങള് വാങ്ങിക്കൊടുത്ത 3 കഷ്ടം വെള്ള തുണിയാടാ മോനെ. കഫാ ബിൽ മൗതി വായിലാ. അതിനെക്കാളും ഒരു ഉപദേശം എനിക്കില്ല, അതിനെക്കാളും ഒരു ഉപദേശം എനിക്കില്ല. എന്റെ വാപ്പാനെ കൊണ്ട് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ഉപ്പാടെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ട് വാരിയിട്ടപ്പോ അതിനെക്കാളും വലിയ ഒരു ഉപദേശം തരാൻ ഈ ലോകത്താരെ കൊണ്ടും കഴിയില്ലല്ലോ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ നന്നാകാൻ ഒരു ഉപദേശം താ നബിയേ, നന്നാകാൻ ഒരു ഉപദേശം താ നബിയേ. എല്ലാരും ചോദിക്കുമല്ലോ, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ ഉസ്താദേ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ നന്നാകാൻ ഒരു ഉപദേശം തരുവോ? മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? യാ അബൂദർ സനിൽ ഖുബൂർ, പള്ളിപ്പറമ്പിലേക്കൊന്ന് പോയി നോക്ക് അബൂദറേ. മുത്തുനബി പറഞ്ഞതാ, ചെറുപ്പക്കാരാ നന്നാകണോടാ പൊന്നുമോനെ, നന്നാകണോടാ പൊന്നുമോനെ, പള്ളിപ്പറമ്പിലേക്കൊന്ന് പോയി നോക്കടാ. ഈ നാടിനെ വിറപ്പിച്ച എത്രയോ മഹാന്മാരവിടെ കിടപ്പുണ്ട്. എല്ലാം തന്റെ കാൽ കീഴിലാണെന്ന ചിന്തയോടെ നടന്നവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടവന്റെ നെഞ്ചത്തൊരു ചെടി ഇങ്ങനെ കിളിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മോനെ പള്ളിക്കാട്ടിലേക്കൊന്ന് കടന്നു പോകൂ. മരിച്ച വീട്ടിൽ പോയാ മയ്യത്ത് കുളിപ്പിക്കാ കൂടണേ. ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത്, മരണ വീട്ടിൽ ചെന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്ത് നീയാ കുളിപ്പിക്കുന്ന സ്ഥലത്തൊന്ന് കേറണേ. അനങ്ങാതെ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, തണുത്തു വിറങ്ങലിച്ച് കിടക്കുന്ന ശരീരം തരുന്ന ഉപദേശത്തിനേക്കാൾ നിനക്ക് തരാൻ വേറെ ഒരു ഉപദേശമില്ല മനുഷ്യ. അതുകൊണ്ട് നിന്റെ കുടുംബത്തിലും നിന്റെ പരിസരത്തും എത്രയോ സമ്പന്നന്മാര് മരിച്ചു, പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ. അതുകൊണ്ട് സിറാജ് നിർത്തുകയാ. 170 കോടി നന്മ ലഭിക്കുന്ന ഒരു ദുആ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ തീരുമാനിക്കൂ. ഉസ്താദേ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ കൊടുക്കാ. ഈ പാവങ്ങൾ അന്യനാട്ടിൽ കിടന്നിട്ട് എന്ത് ചൂടെന്നറിയോ? പടച്ചവനെ, കഴിഞ്ഞ മാസം ഞാൻ ഈ മംഗലാപുരത്തെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ദുബൈയിലേക്ക് പോയപ്പോ പടച്ചവനെ 42 ഡിഗ്രിയാണ് ചൂട്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇതൊരു ചൂടെന്നറിയോ? അല്ലാഹുവേ, സഹിക്കാൻ കഴിയാത്ത ചൂട്. ആ ചൂടത്താണ് റബ്ബേ എത്രയോ പാവങ്ങൾ അവിടെ കിടന്ന് ജോലി ചെയ്യുന്നത്. പടച്ചവനെ, ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്നവരുണ്ട്, വണ്ടിയിൽ എസിക്കകത്തിരുന്നിട്ട് പോലും ചൂട് സഹിക്കാൻ കഴിയാതിരിക്കുമ്പോ അല്ലാ, ആ
ഹൈവേയുടെ സെന്ററിലെ ചെടികൾ മുറിക്കുന്ന എത്രയോ പാവങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും അല്ലാഹുവേ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരവിടെ മട്ടൻ മന്തിയല്ല തിന്നുന്നത്, കുബൂസും വെള്ളവും കുടിച്ചിട്ട് തന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോ അല്ലാഹുവേ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, പെൺമക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടി, എന്ത് നല്ല കാര്യത്തിന് വേണ്ടി ചോദിച്ചാൽ തരാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അല്ലാഹുവേ നീ അവർക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കണേ അല്ലാ. പ്രവാസികളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അവർക്ക് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, ജിഹാദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ പ്രവാസ ജീവിതത്തിന്റെ ഇടയിൽ ഈ പാവങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ തോന്നിയല്ലോ. അവരുടെ മക്കളെ പഠിപ്പിക്കാനല്ലല്ലോ. അല്ലാഹുവേ വളർന്നു വരുന്ന യുവതലമുറകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ല നിങ്ങൾക്ക് തരുന്ന ഒറ്റ ഒരു പ്രതിഫലമേ ഉള്ളൂ. ഒരേ ഒരു പ്രതിഫലം പറയാ. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം തരാമെന്ന് അല്ലാഹ് പറയുന്നുണ്ട്. സ്വർഗം തരാമെന്ന് അല്ലാഹ് പറയുന്നുണ്ട്. ആർക്കാ വേണ്ടത്? ആർക്കാ വേണ്ടത്? മോനെ സ്വർഗം വേണോടാ. നാളെ അവിടെ പോയി നിന്ന് തെണ്ടിയിട്ട് കാര്യമില്ല. ഇന്നിവിടെ ഇരുന്നിട്ട് വാങ്ങൂ. ഇന്നിവിടെ ഇരുന്നിട്ട് സ്വർഗത്തിലൊരു പാസ് ഉണ്ടാക്കൂ. ആ സ്വർഗത്തിലൊരു ഇടം തേടൂ. അല്ലാഹുവേ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. താരാട്ട് പാടാറ് തൊഴിമാറ് പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമഞ്ഞാനേ. അത് നിന്റെ പക്കൽ മാത്രമാഹന്നാരേ. ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പാസ് അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹുവിന്റെ കയ്യിലാണ്. ലാ യദ്ഖുലൂനൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. റസൂൽ അവിടെന്ന് പറഞ്ഞില്ലോ, ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ അവസരമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ തീരുമാനിക്കൂ. ഇതിനകത്തിരിക്കുന്നവർ തീരുമാനിക്കൂ. ഉസ്താദേ, 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 മരിക്കുന്ന സമയത്തേക്ക് സ്വർഗം കണ്ടിട്ട് പോകണം ഉസ്താദ്. ഞാൻ അതിനു വേണ്ടിയാ ജീവിക്കുന്നത്. ഞാൻ അതിനു വേണ്ടിയാ ജീവിക്കുന്നത്. ഉസ്താദേ, എന്റെ കയ്യിലുള്ളതിൽ നിന്നൊരൽപ്പം ഞാൻ തരാ. സംഘാടകർ സഹോദരിമാരുടെ ഭാഗത്തേക്ക് കടന്നത് എന്തിനാ പെങ്ങളോ? എന്തിനാ പെങ്ങളോ? മരണത്തിന്റെ വേദന നിനക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയാണ്. അതുകൊണ്ട് പടച്ചവരേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുത്തോ. നിന്റെ ഈമാൻ ഉറയ്ക്കുമടാ ചെറുപ്പക്കാരാ. ഒരു ശക്തികൾ തകർക്കാൻ കഴിയാത്ത ഈമാൻ അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ